ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും HS ഇംഗ്ലീഷ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ബിഹേവിയറിസം, കൊഗ്നിറ്റിവിസം ആൻഡ് കൺസ്ട്രക്റ്റിവിസം എന്നുള്ള ഭാഗത്തു നിന്നുള്ള മൂന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ട് പാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പാർട്ടിൽ നെക്സ്റ്റ് ടോപ്പിക്കിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു മൊഡ്യൂൾ 8 കൂടി നമുക്ക് തീർക്കണം. മൊഡ്യൂൾ 8 തീർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ, ഫസ്റ്റ് പാർട്ടിലുള്ള ഭാഗങ്ങൾ ചെയ്യണം എന്നാണ് കരുതുന്നത്. അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്കായിട്ട് പോകാം. അതിന് മുൻപ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുമെങ്കിൽ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ എന്താണെങ്കിലും ഓരോ ഭാഗങ്ങളും വളരെ ക്ലിയറായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് റെഡിയാക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇതിന് പുറമെ ഞാനൊരു കാര്യം ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് അത്തരത്തിൽ ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. അതൊരൊറ്റ ക്ലാസ്സായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. ദ തിയറി വിച്ച് പ്രപ്പോസ് ദ ലേണിംഗ് ആസ് എൻ ആക്റ്റീവ് പ്രോസസ്. ആൻസർ കൺസ്ട്രക്റ്റിവിസം ആണ്. ദ തിയറി വിച്ച് പ്രപ്പോസ്ഡ് ലേണിംഗ് ആസ് ആക്റ്റീവ് പ്രോസസ് ഏതാണ്? കൺസ്ട്രക്റ്റിവിസം. ഒന്നുകൂടി പറയാം. ദ തിയറി വിച്ച് പ്രപ്പോസ്ഡ് ലേണിംഗ് ആസ് ആൻ ആക്റ്റീവ് പ്രോസസ് എന്ന് ചോദിച്ചാൽ അതേതാണ്? കൺസ്ട്രക്റ്റിവിസം ആണ് അല്ലേ? കാരണം ലേണേഴ്സ് ഇതിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ സ്റ്റുഡൻസ് ഓർ ലേണേഴ്സ് ആണ്. അപ്പോൾ ഇത് ആക്റ്റീവ് പ്രോസസ്സിനെ പ്രപ്പോസ് ചെയ്യുന്ന തിയറി എന്ന് വെച്ചാൽ കൺസ്ട്രക്റ്റിവിസം ആണ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ലേണിംഗ്, ഡിസ്കവറി ലേണിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് constructivism. Group learning, discovery learning, cooperative learning and collaborative learning are the features of constructivism. ഒരുമിച്ച് നമ്മൾ ചെയ്യാണ്. അത് ഓരോരുത്തരിലുള്ള നോളേജ് പുറത്തെടുത്തുകൊണ്ട് പുതിയതായിട്ട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അവിടെ ഏതാണ്? കൺസ്ട്രക്റ്റിവിസം ആണ്. ഗ്രൂപ്പ് ലേണിംഗ്, ഡിസ്കവറി ലേണിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് constructivism. In third question, which theorist hypothesized that children are born with a language acquisition device? ആരുമല്ല, ചോംസ്കിയാണ്. ലാഡ് അല്ലെ, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ചിലപ്പോൾ ചോദിക്കാം എന്താണ് ലാഡിൻ്റെ ഫുൾ ഫോം ചോദിക്കാം. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആണ്. അപ്പോൾ ഈ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ദ ചിൽഡ്രൻ ആർ ബോൺ വിത്ത് എ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. അതേതാണ്? അത് പറഞ്ഞത് ചോംസ്കിയാണ്. ചോംസ്കി മറക്കണ്ട. ലാഡ് ആരുടെയാണ്? ചോംസ്കിയുടെയാണ്. ഇനി നാലാമത്തെ ചോദ്യം. ZPD സ്റ്റാൻഡ്സ് ഫോർ, നമ്മൾ ZPD ഒക്കെ പറഞ്ഞതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അല്ലേ? അതൊക്കെ ആദ്യമേ പറഞ്ഞതാണ്. അപ്പോൾ ZPD സ്റ്റാൻഡ്സ് ഫോർ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് ആണ്. ZPD സ്റ്റാൻഡ്സ് ഫോർ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഇനി അഞ്ചാമത്തെ ചോദ്യം. ലേണിംഗ് ഒക്കേഴ്സ് ത്രൂ ഇൻറ്റേർണൽ പ്രോസസ്സിംഗ് ഓഫ് ഇൻഫർമേഷൻ. ഏതാണ്? കൊഗ്നിറ്റിവിസം. ലേണിംഗ് ഒക്കേഴ്സ് ത്രൂ ദി ഇൻറ്റേർണൽ പ്രോസസ്സിംഗ് ഓഫ് ഇൻഫർമേഷൻ എന്താണ്? കൊഗ്നിറ്റിവിസം ആണ്. അപ്പം എക്സ്റ്റേണൽ പ്രോസസ്സിംഗ് ഓഫ് ഇൻഫർമേഷൻ ഏതായിരുന്നു? ബിഹേവിയറിസം ആണ് അല്ലേ? ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇൻറ്റേർണൽ പ്രോസസ്സിംഗ് ഓഫ് ഇൻഫർമേഷൻ ആണ് പറയുന്നത്, കൊഗ്നിറ്റിവിസം ആണ്. ലേണിംഗ് ഒക്കേഴ്സ് ത്രൂ ഇൻറ്റേർണൽ പ്രോസസ്സിംഗ് ഓഫ് ഇൻഫർമേഷൻ. ആൻസർ കൊഗ്നിറ്റിവിസം ആണ്. എക്സ്റ്റേണൽ ആണെങ്കിൽ ഏതാണ്? ബിഹേവിയറിസം ആണ്. ഇനി ആറാമത്തെ ചോദ്യം. ഹു കോയിൻഡ് ദ ടേം സ്കീമ ഇൻ ലാംഗ്വേജ് ലേണിംഗ്? ആരാണ്? ജീൻ പിയാഷെ. ഹു കോയിൻഡ് ദ ടേം സ്കീമ ഇൻ ലാംഗ്വേജ് ലേണിംഗ്? സ്കീമ എന്നുള്ളത് ആരാണ് പറയുന്നത്? ജീൻ പിയാഷെയാണ്. വാട്ട് ഈസ് എ സ്കീമ? എ സെറ്റ് ഓഫ് ലിങ്ക്ഡ് മെറ്റൽ റെപ്രസെൻറ്റേഷൻസ് ഓഫ് ദ വേർഡ്സ്. എ സെറ്റ് ഓഫ് ലിങ്ക്ഡ് മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ വേർഡ്സ്. വാട്ട് ഈസ് എ സ്കീം അല്ലെ? ഓരോരോ സ്കീമകളായിട്ട് അടുക്കി വെച്ചിരിക്കണം ഓരോ നോളജും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി
എട്ടാമത്തെ ചോദ്യം, ജനറ്റിക് എപ്പിസ്റ്റമോളജി, ഇതൊരു ബുക്കാണ് കേട്ടോ. ജനറ്റിക് എപ്പിസ്റ്റമോളജി ഈസ് എ ബുക്ക് ബൈ ജീൻ പിയാഷെ. നമ്മളിതിൻ്റെ മുൻപ് കുറച്ച് ബുക്കുകളൊക്കെ പറഞ്ഞതാണ്. അപ്പം ഇവിടെ ജനറ്റിക് എപ്പിസ്റ്റമോളജി ഈസ് എ ബുക്ക് ബൈ ജീൻ പിയാഷെയാണ്. ജനറ്റിക് എപ്പിസ്റ്റമോളജി ബുക്ക് ബൈ ജീൻ പിയാഷെ. ഓർത്തിരിക്കുക, ജനറ്റിക് എപ്പിസ്റ്റമോളജി ആരുടെ ബുക്കാണ്? ജീൻ പിയാഷെയാണ്. ജീൻ പിയാഷെയാണ്. ഇനി ഒമ്പതാമത്തെ ചോദ്യം, ഹൂ ഫോർവേഡഡ് ദി ഐഡിയ ദാറ്റ് ദ സ്റ്റഡീസ് ആർ ആക്റ്റീവ് ലേണേഴ്സ് ഹൂ കൺസ്ട്രക്ട് ദെയർ ഓൺ ലാംഗ്വേജ്. ഹൂ ഫോർവേഡഡ് ദി ഐഡിയ ദാറ്റ് ദ സ്റ്റഡീസ് ആർ ആക്റ്റീവ് learners, the idea that the studies are active learners who construct their own language. Brunner, in his text The Process of Education, who forwarded the idea that the studies are active ലേണേഴ്സ് ഹൂ കൺസ്ട്രക്ട് ദെയർ ഓൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബ്രൂണറാണ്. അദ്ദേഹത്തിൻ്റെ ഏത് ടെക്സ്റ്റിലാണ്? ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ ബ്രൂണറിൻ്റെ ടെക്സ്റ്റാണ് ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ. നമ്മൾ നേരത്തെ ഒരു ബുക്ക് പറഞ്ഞു, അതേതാണ്? ജനറ്റിക് എപ്പിസ്റ്റമോളജി. ജനറ്റിക് എപ്പിസ്റ്റമോളജി ഈസ് എ ബുക്ക് ബൈ ജീൻ പിയാഷെ. ഇവിടെ പറയുന്നതാണ് ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് എ വർക്ക് ബൈ ബ്രൂണറാണ്. Who forwarded the idea that the studies are active learners who construct their own knowledge എന്ന് പറയുന്നത് ബ്രൂണർ ഇൻ ഹിസ് ടെക്സ്റ്റ് ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ. ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റിലാണ് ബ്രൂണർ ഇങ്ങനെ പറഞ്ഞത്. ഇനി പത്താമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു ജീൻ പിയാഷെ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നെസസറി ഫോർ ലേണിംഗ്. അക്കോർഡിംഗ് ടു ജീൻ പിയാഷെ which of the following is necessary for learning? Answer, active exploration of the environment by the learners. According to Jean Piaget, which of the following is necessary for learning? ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ ലേണിങ്ങിൽ നെസസറി ആയിട്ടുള്ള കാര്യം എന്താണ്? ആക്റ്റീവ് എക്സ്പ്ലോറേഷൻ ഓഫ് ദി എൻവയൺമെൻറ്റ് ബൈ ദ ലേണേഴ്സ്. ആക്റ്റീവ് എക്സ്പ്ലോറേഷൻ, അതായത് ലേണേഴ്സ് എന്ത് ചെയ്യുക? എൻവയൺമെൻറ്റിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി ചെല്ലുക അല്ലേ? ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത്. ഇനി 11ാമത്തെ ചോദ്യം, പിയാഷെ ഹാസ് ബീൻ ക്രിറ്റിസൈസ്ഡ് ഫോർ underestimating what factor in language development? Social interaction. Piaget has been criticized for underestimating what factor in language development എന്ന് ചോദിച്ചാൽ സോഷ്യൽ ഇൻറ്ററാക്ഷൻ ആണ്. പിയാഷെ ഹാസ് ബീൻ ക്രിറ്റിസൈസ്ഡ് ഫോർ അണ്ടർഎസ്റ്റിമേറ്റിംഗ് വാട്ട് ഫാക്ടർ ഇൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? സോഷ്യൽ ഇൻറ്ററാക്ഷൻ ആണ്. സോഷ്യൽ ഇൻറ്ററാക്ഷൻ. 12ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു വിച്ച് തിയറിസ്റ്റ് thought and language originate independently but later merge. ഇത് പറഞ്ഞത് ആരാണ്? വൈഗോട്സ്കി. ഇത് ചോദിച്ച് കാണാറുള്ളൊരു ചോദ്യമാണ് കേട്ടോ. അക്കോർഡിംഗ് ടു വിച്ച് തിയറിസ്റ്റ് തോട്ട് ആൻഡ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി. അക്കോർഡിംഗ് ടു വിച്ച് തിയറിസ്റ്റ് thought and language originate independently but later it merge. ഇത് പറഞ്ഞത് വൈഗോട്സ്കിയാണ്. അക്കോർഡിംഗ് ടു വിച്ച് തിയറിസ്റ്റ് തോട്ട് ആൻഡ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ബട്ട് ലേറ്റർ മെർജ്. ഇത് പറഞ്ഞത് വൈഗോട്സ്കിയാണ്. ഇനി 13ാമത്തെ ചോദ്യം, ലേണിംഗ് ഒക്കേഴ്സ് ത്രൂ ഇൻറ്റേർണൽ പ്രോസസ്സിംഗ് ഓഫ് ഇൻഫർമേഷൻ. ലേണിംഗ് ഒക്കേഴ്സ് ത്രൂ ഇൻറ്റേർണൽ പ്രോസസ്സിംഗ് ഓഫ് ഇൻഫർമേഷൻ. കോഗ്നിറ്റിവിസം. ഇത് നേരത്തെ പറഞ്ഞൊരു ചോദ്യം കൂടിയാണ് കേട്ടോ. ലേണിംഗ് ഒക്കേഴ്സ് ത്രൂ ഇൻറ്റേർണൽ പ്രോസസ്സിംഗ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റിവിസമാണ്. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? എക്സ്റ്റേണൽ പ്രോസസ്സിംഗ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെയാണ്? ബിഹേവിയറിസത്തിനെയാണെന്ന് പറഞ്ഞല്ലോ. ആ ക്വസ്റ്റ്യനാണ് കേട്ടത്. ഇവിടെ ലേണിംഗ് ഒക്കേഴ്സ് ത്രൂ ഇൻറ്റേർണൽ പ്രോസസ്സിംഗ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റിവിസമാണ്. ഈ 14ാമത്തെ ചോദ്യം, കോഗ്നിറ്റിവിസ്റ്റ് ഡെവലപ്മെൻറ്റ് റിസൾട്ട്സ് ഫ്രം ആൻ ഇൻറ്റേർണലൈസേഷൻ ഓഫ് ലാംഗ്വേജ് വിച്ച് തിയറിസ്റ്റ് സെഡ് ദാറ്റ്. Cognitivist development results from an internalization of language. Cognitivist development results from an internalization of language which theorist said that? Vygotsky. Cognitive development results from an internalization of language.
വിച്ച് തിയറിസ്റ്റ് സെഡ് ദാറ്റ് വൈഗോട്സ്കിയാണ് ഇത് പറഞ്ഞത്. അതായത് എന്താണ്, കോഗ്നിറ്റിവിസ്റ്റ് ഡെവലപ്മെൻറ്റ് റിസൾട്ട്സ് ഫ്രം ആൻ ഇൻറ്റേർണലൈസേഷൻ ഓഫ് ലാംഗ്വേജ് വിച്ച് തിയറിസ്റ്റ് സെഡ് ദാറ്റ് ആൻസർ വൈഗോട്സ്കി. ഈ 15ാമത്തെ ചോദ്യം, ഡിഫറൻസ് ബിറ്റ്വീൻ അപ്രോച്ച് ആൻഡ് മെത്തേഡ് എന്താണ്? അപ്രോച്ച് ഈസ് എ തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് ദാറ്റ് സപ്പോർട്ട് ആൻഡ് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ. മെത്തേഡ് ഈസ് എ ടീച്ചിങ് ഡിസൈൻ ബേസ്ഡ് ഓൺ എ പെർട്ടിക്കുലർ അപ്രോച്ച്. അപ്പം ദാറ്റ് പെർട്ടിക്കുലർ അപ്രോച്ച് എന്ന് പറഞ്ഞു. എന്താണ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ അപ്രോച്ച് ആൻഡ് മെത്തേഡ്. അപ്രോച്ച് ഈസ് എ തിയററ്റിക്കൽ ഫ്രെയിം വർക്ക്. ഇതൊരു തിയററ്റിക്കൽ ഫ്രെയിം വർക്കാണ് ഏത്? അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞു അല്ലേ. കമ്മ്യൂണിക്കേറ്റീവ് അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മെത്തേഡ് ഈസ് എ ടീച്ചിങ് ഡിസൈൻ ബേസ്ഡ് ഓൺ എ പെർട്ടിക്കുലർ അപ്രോച്ച്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ അപ്രോച്ചിനനുസരിച്ചിട്ടുള്ള ആ ഒരു ടീച്ചിങ് ഡിസൈനാണ് എന്ത് പറഞ്ഞ മെത്തേഡ് എന്ന് പറയുന്നത്. മെത്തേഡ് ഈസ് എ ടീച്ചിങ് ഡിസൈൻ ബേസ്ഡ് ഓൺ എ പെർട്ടിക്കുലർ അപ്രോച്ച്. എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണെങ്കിൽ ഇനി മെത്തേഡ് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലാംഗ്വേജ് ലേണിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക? ഇപ്പോൾ നമ്മൾ പറയണേ ഡയറക്റ്റ് മെത്തേഡ്, ബൈലിംഗ്വൽ മെത്തേഡ്, ഇതൊക്കെ മെത്തേഡുകളാണല്ലേ. അപ്പോൾ ഇതാണ് അപ്രോച്ചും മെത്തേഡും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ. 16ാമത്തെ ചോദ്യം, അപ്രോച്ചസ് ആൻഡ് മെത്തേഡ്സ് ഇൻ ലാംഗ്വേജ് ടീച്ചിങ് ഈസ് എ ബുക്ക് ബൈ. വേറൊരു ബുക്കാണ് അപ്രോച്ചസ് ആൻഡ് മെത്തേഡ്സ് ഇൻ ലാംഗ്വേജ് ടീച്ചിങ്. ഈസ് എ ബുക്ക് ബൈ ആരുടെയാണ്? ജാക്ക് സി റിച്ചാർഡ്സ് ആൻഡ് തിയോഡർ റോജേഴ്സ്. അപ്രോച്ചസ് ആൻഡ് മെത്തേഡ്സ് ഇൻ ലാംഗ്വേജ് ടീച്ചിങ് ഈസ് എ ബുക്ക് ബൈ. Methods in Language Teaching is a book by Jack Richards and Theodore Rogers. 17ാമത്തെ ചോദ്യം, in what century was the grammar translation formed? The 16th century, അതായത് 1500s ആണ് ടൈം പറയുന്നത്. അതായത് in what century was the GTM formed? The 16th century. ഇനി 18ാമത്തെ ചോദ്യം, which two elements are not associated with grammar translation method? Fluency and communication. Which two elements are not associated with the GTM? GTM എന്ന് പറഞ്ഞാൽ ഏതാണ്? ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡാണ് GTM എന്ന് പറഞ്ഞാൽ. അതിന് പറയാത്തത് ഏതൊക്കെയാണ്? അതിൽ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഫ്ലുവൻസി ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്. 19ാമത്തെ ചോദ്യം, ഇൻ ക്ലാസ് റൂം ദാറ്റ് യൂസസ് ഗ്രാമർ ട്രാൻസ്ലേഷൻ സ്റ്റുഡൻസ് ആർ ഇൻസ്ട്രക്റ്റഡ് ഇൻ ഡാഷ് ലാംഗ്വേജ്, ദ നേറ്റീവ് ലാംഗ്വേജ്. L1-നാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. L1 എന്ന് പറഞ്ഞാൽ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് യുവർ മദർ ടങ്. ദാറ്റ് ഈസ് L1. ഇൻ ക്ലാസ് റൂം ദാറ്റ് യൂസസ് ഗ്രാമർ ട്രാൻസ്ലേഷൻ സ്റ്റുഡൻസ് ആർ ഇൻസ്ട്രക്റ്റഡ് ഇൻ ദെയർ ഓൺ നേറ്റീവ് ലാംഗ്വേജ്. 20ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ടീച്ചർ ഇൻ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്? ദ ടീച്ചർ ഈസ് ദി അതോറിറ്റി ഇൻ ദ ക്ലാസ് റൂം. സ്റ്റുഡൻസ് ഡു ആസ് ഷീ സീസ് സോ ദേ ക്യാൻ ലേൺ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ ടീച്ചേഴ്സാണ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യാണ്? ടീച്ചർ പറയുന്നതിനനുസരിച്ച് പഠിക്കുന്നു അല്ലേ. അതപ്പോൾ ആ ഒരു പറഞ്ഞു. ടീച്ചർ റോൾ ഓഫ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ എന്താണ് റോൾ എന്നുള്ളത് പറഞ്ഞു. കുട്ടികൾക്കല്ല ഇമ്പോർട്ടൻസ് വരുന്നത്, അവിടെ ടീച്ചറിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം നമ്മൾ കുറച്ച് ഭാഗങ്ങൾ എന്താ പറയുക, നമ്മുടെ അടുത്തൊരു ഭാഗത്തു നിന്നും കൂടി കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മെത്തേഡ്സ് ആൻഡ് ആ ഒരു മൊഡ്യൂൾ 8 തന്നെ മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടല്ലോ, അതിലുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ തന്നെ ബാക്കി ഭാഗങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്താണെങ്കിലും ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഒന്നും തന്നെ വെറുതെ ഇടുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലാസ്സുകളെല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. കാരണം വളരെ
കുറച്ച് ടൈം മാത്രമാണ് നമ്മളിതിൽ ക്ലാസ് ഇടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് പോവുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പുതിയ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും അറിയാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും ഓരോ ഭാഗങ്ങളും ക്ലിയറായിട്ട് നമുക്കറിയാം. ഓരോ ഭാഗങ്ങളും ശരിക്കും പറഞ്ഞാൽ ടൈം ടേബിൾ വെച്ച് തന്നെ പഠിക്കണം ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും അത്തരത്തിൽ പഠിക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.